ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനാണവൻ. പക്ഷേ ഒരു ദിവസം അവൻ വെറും $10 കാസിനോയിലെത്തി കാഷ്യർ തന്റെ പണം നാണയങ്ങളാക്കി മാറ്റി പോയി നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു. മിസ്റ്റർ ജോൺസ് പതുക്കെ ഒരു വൃദ്ധന്റെ അടുത്തേക്ക് നടന്നു. വൃദ്ധൻ ഒരു സ്ലോട്ട് മെഷീനിൽ ഒരു നാണയം ഇടുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് വൃദ്ധൻ ഹെലോ എന്ന് വിളിച്ചു. മെഷീനിൽ നിന്ന് നാണയങ്ങൾ ഒഴുകാൻ തുടങ്ങി. അപ്പോഴാണ് ജോൺ മറ്റൊരു സ്ലോട്ട് മെഷീനിൽ നിന്ന് നേരിയ തിളക്കം വരുന്നതായി കണ്ടത്. അതിൽ നിന്ന് ചിന്തിക്കാതെ അവൻ ആ മെഷീൻ തിരഞ്ഞെടുത്തിരുന്നു. അവൻ അതേ കാര്യം ചെയ്തു. ഒരു നാണയം പുറത്തെടുത്ത് വിരലുകൾ കൊണ്ട് അത് തിരുമ്മി മെഷീനിലിട്ട് ഉച്ചത്തിൽ വിളിച്ചു. ഹെലോ എന്ന് വിളിച്ചു. പെട്ടെന്ന് ജാക്ക്പോട്ട് ശബ്ദം വന്നു. ധാരാളം നാണയങ്ങൾ പുറത്തു വന്നു. തിളക്കം ഇപ്പോൾ മറ്റൊരു മെഷീനിലേക്ക് നീങ്ങിയതായി അവൻ കണ്ടു. അവൻ തന്റെ രണ്ടാമത്തെ നാണയം പുറത്തെടുത്തു. അത് അതേ രീതിയിൽ ഉരച്ചു പുതിയ മെഷീനിലിട്ട് വീണ്ടും ഹെലോ എന്ന് വിളിച്ചു. വീണ്ടും അവൻ ജാക്ക്പോട്ട് അടിച്ചു. ഒരു വെയിട്രസ് വന്ന് അവനെ അഭിനന്ദിച്ചു. നിങ്ങളിപ്പോൾ $30,000 നേടിയെന്ന്. ജോൺ ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. പിന്നെ അയാൾ വീണ്ടും ആ തിളക്കം കണ്ടു. അടുത്തിരുന്ന ഒരു വൃദ്ധ അവിടെ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ ജോൺ ശ്രദ്ധിച്ചില്ല. അയാൾ ആ തിളക്കം പിന്തുടർന്ന് അടുത്ത മെഷീനിലേക്ക് പോയി. അയാൾ മൂന്നാമത്തെ നാണയമെടുത്ത് അതിലിട്ട് അതേ മാന്ത്രിക വാക്ക് പറഞ്ഞു, ഹെലോ എന്ന്. വീണ്ടും ജാക്ക്പോട്ട് വൃദ്ധയ്ക്ക് തട്ടി. ഇപ്പോൾ രഹസ്യം മനസ്സിലായി. അവൾ പെട്ടെന്ന് അടുത്തുള്ള മെഷീനിലിരുന്നു. അവന്റെ രീതി പകർത്തി. അവൾ ജാക്ക്പോട്ട് അടിച്ചു. കാസിനോ ഉടമ ഒരു മൂലയിൽ നിന്നെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അതിനകം ജോൺ ഒരു ദീർഘശ്വാസം എടുത്തു. ജോൺ അതേ കാര്യം ചെയ്യുമ്പോൾ 25 തവണ ജാക്ക്പോട്ട് അടിച്ചിരുന്നു. നാണയം തടവി അത് മെഷീനിലിട്ട് ഹെലോ എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ നിർത്തിയില്ലെങ്കിൽ മുഴുവൻ കാസിനോയും കാലിയാക്കുമെന്ന് ഉടമ ഭയന്നു. വൃദ്ധ ജയോട് ചോദിച്ചു, അടുത്തതായി ഏത് യന്ത്രം വിജയിക്കും? ജോൺസ് ആ തിളക്കമുള്ള ആളെ ചൂണ്ടിക്കാണിച്ചു. ആ സ്ത്രീ ഓടി അവിടെ ഇരുന്നു. അവൾ ജോണിന് നന്ദി പറഞ്ഞു. ജോൺ ഒന്നും വാങ്ങാതെ പോകാൻ തുടങ്ങി. പക്ഷേ ഒരു സ്റ്റാഫ് അംഗം അവനെ തടഞ്ഞു നിർത്തി നേരെ ഉടമയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഉടമ ഒരു വലിയ ബാഗ് നിറയെ പണം പുറത്തെടുത്ത് ജോണിന് കൊടുത്തു. എനിക്കൊരു കാര്യം ഉറപ്പ് തരൂ, ഇനി ഒരിക്കലും എന്റെ കാസിനോയിലേക്ക് വരില്ല എന്ന്. പിന്നെ അയാൾ ഒരു ഡ്രൈവറെ വിളിച്ച് ജോൺ വീട്ടിലെത്തിയ ഉടനെ ജോണിനെ വീട്ടിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തു. അവന്റെ ഭാര്യ വാതിൽ തുറന്നു. അവൾ ദേഷ്യത്തോടെ അവനെ അണിച്ച് അവന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വരച്ചു. പക്ഷേ അവളത് തുറന്നപ്പോൾ അതിനുള്ളിൽ പണക്കെട്ടുകൾ കണ്ടപ്പോൾ ജോൺ കാസിനോയിൽ ജാക്ക്പോട്ട് അടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.